إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐഹിക ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പരീക്ഷണ കാലമായിട്ടാണ്. ഇന്നൊരു പക്ഷേ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവരാണ് പലരും. ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണാം, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഭൂമിക്കു മുകളിലുള്ള എല്ലാം മനുഷ്യന് ഒരു അലങ്കാരമാക്കി നാം നിശ്ചയിച്ചു. അതോടൊപ്പം ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഭൂമിയെയും അതിലുള്ള സകലതും മനുഷ്യന് ഒരു അലങ്കാരമാക്കി വെച്ചത് എന്നാണ്. പരീക്ഷണകാലം മാത്രമല്ല, ഇവിടെ ലഭിക്കുന്ന അവസരങ്ങൾ എന്നത് വളരെ കുറവുമാണ്. ഒരുപക്ഷെ നമ്മെക്കാളും ആയുസ്സുള്ള മനുഷ്യർ കഴിഞ്ഞ കാല സമൂഹത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട്. 950 വർഷമാണ് നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് കൂടുതലായിരുന്നു. അന്ത്യനാളോട് അടുത്തു നിൽക്കുന്ന ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആയുസ് വളരെ കുറവാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60നും 70നും ഇടക്ക് മാത്രമാണ്. ഈ കുറഞ്ഞ കാലത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്, മദ്ദുന്യ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ല മാ യജ്അലു അഹദുകും ഉസ്ബഅഹു ഫിൽ യം ഫൽയൻദുർ ബിമാ യർജി. ഐഹിക ജീവിതത്തിന്റെ ക്ഷണികത ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം. നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിലേക്ക് വിരലിട്ട് ആ വിരൽ ഉയർത്തിയാൽ സമുദ്രവെള്ളത്തിൽ നിന്ന് എത്രയാണ് ആ വിരലിൽ അവശേഷിക്കുന്നത്? അതാണ് പരലോകത്തെ അപേക്ഷിച്ച് ഈ ഐഹിക ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ ثم راح وتركها
ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്നത് ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ്. യാത്രക്കിടയിൽ ക്ഷീണമകറ്റാൻ ലഭിച്ച സമയം ഒരൽപ്പം വിശ്രമിച്ച് വീണ്ടും യാത്ര തുടർന്ന ഒരു യാത്രക്കാരനെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രത്യേകം റസൂലുള്ള ഉപദേശം നൽകി. ഇബ്നു ഉമർ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ, നാട്ടിൽ വന്നിറങ്ങിയ ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ കുറഞ്ഞ സമയം ആവശ്യത്തിനവിടെ നിൽക്കും, പിന്നെ ആ പ്രദേശം വിട്ടുപോകും, അതുപോലെ ഈ ദുനിയാവിൽ നീ ആകണം എന്നും ഉപദേശിച്ചത് കാണാം. ഇതിനൊക്കെ അർത്ഥം ഈ ഐഹിക ജീവിതത്തിൽ യാതൊരു സുഖാഡംബര ജീവിതത്തിലും ഉൾപ്പെടാതെ എല്ലാം വെടിഞ്ഞ് ജീവിക്കണം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഹലാലായ മാർഗങ്ങളിൽ നമുക്ക് ജീവിക്കാം. ധിക്കാരിയായ ഖാറൂനിനെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു നൽകിയതുകൊണ്ട് പരലോക ഭവനത്തെ തേടിപ്പിടിക്കണം. വലാ തൻസ നസീബക മിനദ്ദുനിയ, ദുനിയാവിൽ നിന്നുള്ള നിന്റെ വിഹിതം നീ മറന്നുപോകുകയും ചെയ്യരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു നിന്നോട് നന്മ ചെയ്ത പോലെ നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരുങ്ങരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. ഈ വചനത്തിലൂടെ നമുക്ക് ഐഹിക ജീവിതത്തിൽ ലഭിച്ച ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കയ്യിലുള്ള പണം, മറ്റു സൗകര്യങ്ങൾ, അതെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നതോടൊപ്പം തന്നെ പരലോക വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ മുഴുകണം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല എന്നതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ഒരുപക്ഷെ പ്രായമുള്ള ആളുകൾ ജീവിച്ച ആ കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മളും നമ്മുടെ മക്കളുമുള്ളത്. നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഫിത്തനകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, അവന്റെ ദീനിൽ നിന്ന് അകറ്റുന്ന, ദീനീ ബോധത്തിൽ നിന്ന് തീർത്തും അവനെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത് എന്ന് നാം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു ബൈന യദഇ ഇസ്സാഅ ഫിതനുൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം, കൂരിരുട്ടുള്ള രാവു പോലെ. ഇരുട്ട് നിറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ പിന്നെ അവൻ എന്ത് ഉപകാരമാണ് അതുകൊണ്ടുള്ളത്? വെളിച്ചമില്ലാതെ ഇരുട്ട് മാത്രമായാൽ അവൻ എന്തെങ്കിലും ഒരു നന്മ വരുത്താൻ കഴിയുമോ? ഇതുപോലെ കൂരിരുട്ടുള്ള രാവു പോലെ ഫിത്തനകൾ അന്ത്യനാളിന്റെ മുമ്പിലായി കടന്നുവരും. യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനൻ വയുംസി കാഫിറൻ, അന്ന് നേരം വെളുത്തപ്പോ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ സത്യനിഷേധിയായി മാറുന്ന, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരത്തെ വിശ്വാസി അടുത്ത പ്രഭാതമാകുമ്പോഴേക്ക് അവിശ്വാസിയായി മാറുന്ന, യബീഉ അഖ്വാമുൻ ദീനഹും ബിഅർളിൻ മിനദ്ദുനിയ, ഐഹിക ജീവിതത്തിന്റെ നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ തന്നെ വിൽക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ പുലർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുഭാഗത്തുമെന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായി വരുന്നതെന്താ? നിഷിദ്ധങ്ങളായ എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായി കാണുന്നു എന്നതാണ്. തിന്മ ചെയ്യുന്നത്, പഴയ കാലത്ത് ഒരു തിന്മയിൽ ഏർപ്പെടുക എന്നത് അതിന് ലജ്ജയോടെയും അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ കേൾക്കുമോ എന്ന ഒരു ഭയപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തിന്മകൾ ചെയ്യുക എന്നത് യാതൊരു ലജ്ജയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
വൻ പാപങ്ങളെപ്പോലും നിസ്സാര തിന്മകളെപ്പോലെ അത് ചെറുതല്ലേ, അതത്ര വലിയ കാര്യമാക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണും, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ ഈ ഉമ്മത്തിൽ ചില ആളുകൾ വരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവര് വ്യഭിചാരം അനുവദനീയമായി കാണും. അവര് സ്ത്രീകൾക്ക് അനുവദിച്ച, പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കിയ പട്ടുവസ്ത്രം പോലുള്ളത് അവർ ഹലാലായി കാണും. വൽ ഖംറ, മദ്യത്തെ അവരനുവദനീയമാക്കും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കിന് അഡിക്റ്റാകുന്നത് അതൊരു തിന്മയല്ല എന്ന നിലക്കായിരിക്കും അവരതിനെ കാണുക. മറ്റൊരു ഹദീസിലുള്ളത്, യശ്റബു നാസും മിൻ ഉമ്മത്തി അൽ ഖംർ, എന്റെ ഉമ്മത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യം കുടിക്കുന്നവരുണ്ടാകും. വയുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, അതിന് മദ്യം എന്ന് അല്ലെങ്കിൽ കള്ള് എന്ന് അല്ലെങ്കിൽ ഇതൊരു തെറ്റാണ് എന്ന് പറയാതെ അതിന് വേറെ പേരിട്ട് അതിനെ അനുവദനീയമാക്കുന്ന, ഏത് പേരിട്ടാലും അള്ളാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്താവട്ടെ, അതിന് ഒരക്ഷരം കൊണ്ടുള്ള പേരായാലും ഒരു വാചകത്തിലുള്ള പേരായാലും ഏത് ഓമന പേരിട്ട് വിളിച്ചാലും ലഹരി ഉണ്ടാക്കുന്നതാണോ അത് ഹറാമാണ്. കുല്ലു ഖംറിൻ ഹറാം, എല്ലാ മദ്യവും ഹറാമാണ്. അതിലൊന്നും നമുക്ക് അനുവദനീയമായത് ഇല്ല എന്നർത്ഥം. പക്ഷെ ഇതിനെ അനുവദനീയമായി കാണുന്ന ഒരു തലമുറ ഈ ഉമ്മത്തിൽ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നർത്ഥം. എന്തുകൊണ്ടാണ് ലഹരി വസ്തുക്കളെ ഇസ്ലാമിൽ നിഷിദ്ധമാക്കിയത്? വ്യക്തമായ കാരണം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, അള്ളാഹു പറഞ്ഞത് റിജ്സുൻ, അത് മ്ലേച്ഛമാണ്. മിൻ അമലി ശൈത്വാൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊന്ന് പറഞ്ഞത് യസുദ്ദക്കും അൻ ദിക്രില്ലാ വ അനിസ്വല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വന്നെത്തുന്നത് വരെ അവൻ മുഴുകേണ്ട, അവന്റെ ബുദ്ധി അവനുണ്ടോ, അവൻ നിസ്കരിക്കണം, അവൻ അള്ളാഹുവിനെ സ്മരിക്കണം. ഈ രണ്ട് കാര്യത്തിൽ നിന്നും ലഹരി ഒരു മനുഷ്യനെ തടുക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, യുഫ്സിദുൽ അഖ്ല, അത് ബുദ്ധിയെ കേടുവരുത്തും. വയുഫ്സിദുദ്ദീന, ദീനിനെ കേടുവരുത്തും. വയുഫ്സിദുൽ ഫിക്ര, മനുഷ്യന്റെ നല്ല ചിന്തയെ, അവൻ ചിന്തിച്ചിട്ടാണ് ഏത് കാര്യങ്ങളും ചെയ്യുന്നത്. അവന്റെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ പോലും അവൻ ചിന്തയിലാണ്. ആ ചിന്തയെ തന്നെ അത് ഫസാദിലാക്കും. എന്നിട്ട് ഇതിന്റെ പിന്നാലെ നമ്മുടെ ചെറിയ മക്കൾ പോലും പോകുന്ന, അതിന് അഡിക്റ്റായി ഉമ്മത്തിലെ പലരും നശിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മുടെ നാട്ടിൽ ലഹരി വിരുദ്ധ ദിനങ്ങളും LP തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ പോലും എടുക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ലഹരി നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടേത് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പഠിപ്പിച്ചു തന്നത്, ലയൻസിലന്ന അഖ്വാമുൻ, ചില ആളുകൾ ഇറങ്ങി വരും, അവർ ചില പർവ്വതങ്ങളുടെ ഭാഗങ്ങളിൽ ചെന്ന് ഇറങ്ങും. അങ്ങനെ അവർ അത്തരം ലഹരിയിൽ മുഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സാധു, ഒരു ഫക്കീറായ മനുഷ്യൻ അവന്റെ ഒരു ആവശ്യം ചോദിച്ച് അവരടുത്ത് ചെന്നാൽ അവർ പറയും, ഇർജി ഇലൈനാ ഗദൻ, നീ നാളെ വാ. ഒരു സഹായം തേടി ചെന്നാൽ നീ നാളെ വാ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കും. എന്ന് പറഞ്ഞാൽ ഒരു നന്മയും ഒരു നല്ല ഗുണവും അത്തരക്കാരിൽ ഉണ്ടാകുകയില്ല. ഒരു പാവപ്പെട്ടവൻ അവന്റെ ഒരു കാര്യത്തിന് ചെന്നാൽ നാളെ വാ എന്ന് പറഞ്ഞ് അവന് ആ നന്മ പോലും ചെയ്തു കൊടുക്കാൻ അത്തരക്കാരെ കൊണ്ട് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫയുബയ്യിതുഹുമുല്ലാഹു വയളഉൽ അലമ വയംസഖു ആഖരീന ഖിറദതൻ വൽഖനാസിറ ഇലാ യൗമിൽ ഖിയാമ. അത്തരത്തിൽ തിന്മകളിൽ അകപ്പെട്ട, ഇങ്ങനെ ലഹരിയിലും വേണ്ടാത്രയും മുഴുകുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. അവരേത് പർവ്വതത്തിന്റെ ശിഖരത്തിലാണ്, ഏത് പർവ്വത ചുവട്ടിലാണ് ചെന്നിരിക്കുന്നത്, ആ പർവ്വതത്തെ അവർക്ക് മീതെ അള്ളാഹു കമഴ്ത്തും. മാത്രമല്ല, ചില ആളുകൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരും പന്നികളുമാക്കി മാറ്റുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ കൂനു ഖിറദതൻ ഖാസിഈൻ എന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമല്ല.
നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരാകുക എന്ന് വേദസമൂഹത്തോട് പറഞ്ഞെങ്കിൽ അവർ നേർക്കുനേരെ കുരങ്ങന്മാരായി മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ അള്ളാഹു അത്തരത്തിലുള്ള ശിക്ഷ ഇറക്കാൻ അള്ളാഹു തയ്യാറാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിഷിദ്ധങ്ങളെ നിസ്സാരമായി കാണാതെ അതിനെ പാപങ്ങളായി അതൊരു മുസ്ലിമിന് ചേർന്നതല്ല എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യവും കൂടി മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് സമൂഹം അകപ്പെട്ട ഒരു ഫിത്തന, ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധി ലക്ഷ്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതാണ് വിവാഹം എന്നത്. വിവാഹപ്രായമെത്തിയാൽ വിവാഹബന്ധം നടത്തണം. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. വിവാഹപ്രായമെത്തിയ ആണിനെയും പെണ്ണിനെയും വിവാഹത്തിൽ ഏർപ്പെടുത്തുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയായി പഠിപ്പിച്ചു. പക്ഷെ ഇന്ന് വിവാഹ മേഖലകളിൽ ഫിത്തനകൾ ഉണ്ടാകുന്നു. വിവാഹ മേഖല തന്നെ ആഭാസത്തരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും എന്തും ചെയ്യാമെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, പല പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഫിത്തന ഇന്ന് രക്ഷിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഒരു പുരുഷൻ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ലോകത്ത് അള്ളാഹു തൗഹീദ് പ്രചരിപ്പിക്കാൻ നിയോഗിച്ച അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും അവർക്ക് വിവാഹ ജീവിതമുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം എന്താ? അവരും വിചാരമുള്ള മനുഷ്യരായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തെ ചോദ്യം ചെയ്യലാണ്. പെൺകുട്ടികൾ എടുക്കുന്ന തീരുമാനത്തിന് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് അനുവാദം മൂളാനല്ല രക്ഷിതാവായി മാറുന്നത്. രക്ഷിതാക്കൾ ഭയപ്പെടണം. ദയ്യൂസ് എന്ന രക്ഷിതാക്കളെ കുറിച്ച് അള്ളാന്റെ റസൂൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണും, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. 3 തരം ആളുകൾ, 3 വിഭാഗം ആളുകൾ അള്ളാഹ് അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. മുദ്മിനുൽ ഖംർ, ലഹരിക്ക് അഡിക്റ്റായവൻ, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവന് സ്വർഗമില്ല. വൽ ആഖുലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിക്കുന്ന മക്കൾ. മൂന്നാമത് പറഞ്ഞത് വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബത്, തന്റെ കുടുംബത്തിൽ ഏത് തിന്മക്കും സപ്പോർട്ട് നൽകുന്ന, അനുവാദം നൽകുന്ന, മക്കൾക്കൊത്ത് നീങ്ങുന്ന, അങ്ങനെ ഏത് ആഭാസത്തരത്തിനും കൂട്ടുനിൽക്കുന്ന രക്ഷിതാവ് ദയ്യൂസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിന്മക്ക് കൂട്ടുനിൽക്കുന്നവൻ. നമ്മളെ രക്ഷിതാക്കൾ അങ്ങനെ ആവരുത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫിത്തനകളെയും നമ്മൾ തിരിച്ചറിയണം. പെൺകുട്ടികളെ പഠിപ്പിക്കണം. വിവാഹപ്രായമെത്തിയാൽ അവരെ വിവാഹിതരാക്കണം. വിവാഹപ്രായമെത്തി വിവാഹിതരായാലും പഠിക്കുന്നതിനല്ല ഈ വിരോധം പറയുന്നത്. പക്ഷെ വേണ്ട എന്ന് വെക്കുന്ന ഒരു തരം ഫിത്തനകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുണ്ടാവരുത്, ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവരുത്. സഹോദരന്മാരെ, ഇതൊക്കെ പറയുന്നത് നമ്മുടെ ദീൻ എന്നത് നമ്മൾ മനസ്സിലാക്കി ആ വഴിക്ക് സഞ്ചരിക്കണം എന്നതുകൊണ്ടാണ്. ഇതിനൊക്കെ പരിഹാരം ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്ന് മഴ മാത്രമല്ല വർഷിപ്പിക്കുന്നത്. അല്ലാഹ് വർഷിപ്പിക്കുന്ന മഴ നമ്മൾ അനുഭവിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളും കഠിന ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ തണുത്തു നല്ല അന്തരീക്ഷത്തിൽ കഴിയുന്നു. അല്ലാഹ് കാരുണ്യം ചെയ്തതാണ്. ഇതിലേറെ വലിയ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന്, അവന്റെ അർശിൽ നിന്ന് വഹയിലൂടെ ഇറക്കിത്തന്ന ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും മീഡിയകളിൽ ഏതെങ്കിലും കോലം കെട്ടി ഒരു ദീനിന്റെ പേരിൽ അവതരിപ്പിച്ചാൽ അത് ദീനാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ദീന് ഖുർആനിലുണ്ട്, ദീന് സുന്നത്തിലുണ്ട്. ആ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് എങ്ങനെ ഗ്രഹിച്ചുവോ അതുപോലെ ഗ്രഹിച്ച് ആ മാർഗത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറിയാൽ നമുക്ക് ഈ ലോകത്ത് നന്നായി ജീവിക്കാം. ശാശ്വതമായ പരലോകത്ത് നമുക്കാണ് സ്വർഗമെന്ന് നമ്മൾ തിരിച്ചറിയണം. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ പല സമയങ്ങളും സന്ദർഭങ്ങളും നമ്മിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻതാനി ലാ തുറദ്ദു, 2 പ്രാർത്ഥനകൾ. ആ പറഞ്ഞ സമയത്ത് ആരാണ് പ്രാർത്ഥിക്കുന്നത്?
അത് തള്ളപ്പെടുകയില്ല. അഥവാ ആ പ്രാർത്ഥന അല്ലാഹ് കേട്ട് നമുക്ക് ഉത്തരം ചെയ്യും. ഒന്ന് വഇൻദന്നിദാ, ബാങ്കിന്റെ സമയത്ത് എന്നാണ്. ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇജാബത്ത് നൽകണം. അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ നമ്മളും പറയുന്നു. ആ സമയത്ത് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നുകൂടി പറയണം. അങ്ങനെ ബാങ്ക് കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സ്വലാത്ത് മുഴുവനായി ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത എന്ന് ആ സ്വലാത്തിന് ശേഷം നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്ത് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ഷഫാഅത്ത് അവർക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ ലാ തുറദ്ദു, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം വഇൻദ വഖ്തിൽ മത്വർ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. ഈ സുന്നത്ത് പലർക്കും അറിയില്ല. നമ്മൾ മഴ ഇങ്ങനെ അനുഭവിക്കുമ്പോ എന്തൊരു മഴ, തോരാത്ത മഴ, ഒരുപക്ഷെ ആ മഴയെ ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. പക്ഷെ ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, 3 പദമേ ഉള്ളൂ. പഠിക്കണം നമ്മൾ. അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ ആക്കണേ. ഇതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കാൻ തടുക്കാൻ നമുക്ക് കഴിയില്ല. ആവശ്യത്തിനാണ് അള്ളാഹു അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണേ. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏത് ആവശ്യങ്ങളാണ് റബ്ബിനോട് പറയാനുള്ളത് ആ ആവശ്യങ്ങളൊക്കെ പറയാം. ആ സമയത്ത് അള്ളാഹ് പ്രത്യേകം പ്രാർത്ഥന കേട്ടുത്തരം ചെയ്യുമെന്നാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ പരമാവധി നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിബാഅ. അല്ലാഹുമ്മ آت نفوسنا تقواها وزكها أنت خير من زكاها. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.